ഹലോ എവ്രി വൺ. ഞങ്ങളിപ്പോൾ സാൻ ഫ്രാൻസിസ്കോയിലാണ്. സാൻ ഫ്രാൻസിസ്കോ അല്ലെങ്കിൽ SFO അത് കാലിഫോർണിയ സ്റ്റേറ്റിൻ്റെ ഒരു ഭാഗമാണ്. എല്ലാവർക്കും പ്രസിദ്ധമായ IT ഹബ് സിലിക്കൺ വാലി ഈ പ്രദേശത്താണ്. അതുകൊണ്ട് തന്നെ വളരെ എക്സ്പെൻസീവായിട്ടുള്ള ഒരു സ്ഥലമാണ് സാൻ ഫ്രാൻസിസ്കോ. ചെന്ന ദിവസം ഞങ്ങൾ വലിയ യാത്രയൊക്കെ ഒഴിവാക്കി അവിടെ അടുത്തുള്ള ഒരു റോസ് ഗാർഡൻ വിസിറ്റ് ചെയ്തു. ഒരു പാർക്കിനുള്ള ഒരു പ്രത്യേക പോർഷനാണ് ഇങ്ങനെ റോസ് ഗാർഡനായിട്ട് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. പല വെറൈറ്റിയിലുള്ള പല കളേഴ്സിലുള്ള റോസസ് നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. സാൻ ഫ്രാൻസിസ്കോ സിറ്റിയിൽ പലതരം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളുണ്ട്. ഗോൾഡൻ ബ്രിഡ്ജ്, അൽക്കട്രാസ് പ്രിസൺ, ലൊംബാർഡ് സ്ട്രീറ്റ്, അങ്ങനെ പല രീതിയിലുള്ള കാഴ്ചകളുണ്ട്. അവിടെയെല്ലാം ഒരിക്കൽ സന്ദർശിച്ചിട്ടുള്ളതായതുകൊണ്ട് ഇപ്രാവശ്യത്തെ യാത്ര സിറ്റിയിൽ നിന്ന് എല്ലാം മാറി അമേരിക്കയിലെ ഏറ്റവും ആഴം കൂടിയ രണ്ടാമത്തെ തടാകം എന്നറിയപ്പെടുന്ന ലേക്ക് ടാഹോ ആ പ്രദേശങ്ങളിലായിട്ടാണ് പോകാനായിട്ട് പ്ലാൻ ചെയ്തത്. അതിനായിട്ടുള്ള യാത്രയിലാണിപ്പോൾ. കാലിഫോർണിയ സ്റ്റേറ്റിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സിറ്റിയാണ് ഹോളിവുഡ് സിനിമയുടെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ലോസ് ആഞ്ചലസ്. ഹോളിവുഡ് സിനിമയുടെ പ്രധാനപ്പെട്ട സ്റ്റുഡിയോകൾ എല്ലാം പാരമൗണ്ട്, MGM, യൂണിവേഴ്സൽ, ഇതെല്ലാം ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഹോളിവുഡിലാണ്. അതിനൊരു കാരണമുണ്ട്. ലോസ് ആഞ്ചലസിൽ ഒരു വർഷം ഏതാണ്ട് 300 ദിവസത്തോളം നല്ല സൺലൈറ്റ് ലഭിക്കും. ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണല്ലോ സൺലൈറ്റ്. അതുപോലെ തന്നെ സുഖകരമായ ക്ലൈമറ്റ്, നല്ല നാച്ചുറൽ ബ്യൂട്ടിയുള്ള സ്ഥലം, മലകളും പുൽത്തകിടികളും കാടുകളും ഒക്കെ ഉള്ള സ്ഥലം. ഏതാണ്ട് 4 മണിക്കൂറോളം എടുക്കും ലേക്ക് ടാഹോയിലെത്താനായിട്ട്. പോകുന്ന വഴിയാണ് കാലിഫോർണിയയുടെ ക്യാപിറ്റലായ സാക്രമെൻറ്റോ എന്ന സ്ഥലം. കാലിഫോർണിയ സ്റ്റേറ്റ് ലൈബ്രറി സാക്രമെൻറ്റോയിലാണുള്ളത്. അതിനോട് ചേർന്നാണ് ഇവിടുത്തെ ക്യാപിറ്റോൾ ബിൽഡിംഗ്. എല്ലാ സ്റ്റേറ്റിൻ്റെയും അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ നടക്കുന്ന സ്ഥലം. എല്ലാ സ്റ്റേറ്റിനും ഇതുപോലെയുള്ള ക്യാപിറ്റോൾ ബിൽഡിങ്സ് ഉണ്ട്. ഞങ്ങളുടെ യാത്ര ഒരു സൺഡേ ആയതുകൊണ്ട് ക്യാപിറ്റോൾ ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറി കാണാൻ സാധിച്ചില്ല. ഞായറാഴ്ച ആയിരുന്നെങ്കിലും ധാരാളം വിസിറ്റേഴ്സിനെ നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചു. കാലിഫോർണിയയുടെ ഒരു ബ്രാൻഡിങ് ആണ് ഈ കോണിഫറസ് മരങ്ങൾ. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വണ്ണവും നീളവുമാണ് ഈ പല കോണിഫറസ് ട്രീകൾക്കും. ജയൻ സെക്കോയ്സ്, കോസ്റ്റൽ റെഡ്വുഡ്, ബ്രിസിൽ കോൺ പൈൻ, ഇങ്ങനെ വിവിധ വെറൈറ്റിയിലുള്ള കോണിഫറസ് ട്രീകളുണ്ട്. ഏത് പ്രതികൂല കാലാവസ്ഥയും അതിജീവിക്കാനുള്ള കഴിവ് ഈ കോണിഫറസ് ട്രീകൾക്കുണ്ട്. റോഡിൻ്റെ ഇരുവശവും ഈ കോണിഫറസ് ട്രീകൾ ഒരു ഡെക്കറേഷൻ പോലെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ യാത്ര ഏറ്റവും രസകരമാക്കുന്നത് ഈ വിശാലമായ റോഡുകളും 2 സൈഡിലുമുള്ള ഈ കാലിഫോർണിയൻ കാടുകളും ആണ്.
ലേക്ക് ടാഹോ 2 സ്റ്റേറ്റുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്, കാലിഫോർണിയയും ജോർജിയയും. സോ കാലിഫോർണിയയുടെ ബോർഡറിലേക്കാണ് നമ്മളിപ്പോൾ ലേക്ക് ടാഹോ കാണാനായിട്ട് പോകുന്നത്. ലേക്ക് ടാഹോയുടെ കാഴ്ചകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.